ഓർമ്മകളിൽ നിന്നും നമുക്ക് കോഴിക്കോട്ടേക്ക് പോകാം. അവിടെ എം കെ രാഘവൻ എം പി മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക്. ലാൻഡ് ഒരു വിഷയമാണ്, നമുക്ക് പറയാൻ എളുപ്പമാണ്. ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ലാൻഡ് കൊടുക്കേണ്ടത്. കാസർഗോഡ് ലാൻഡ് ഇഷ്ടംപോലെ ഉണ്ട് കൊടുക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞത് സ്റ്റേറ്റ് ഗവൺമെൻറ് എല്ലാം ആലോചിച്ചിട്ടാണ് ഈ കിനാലൂർ ഇങ്ങനെ ലാൻഡ് അവിടെ ഗവൺമെൻറ് കിൻഫ്രയുടെ കയ്യിലുണ്ട് കൊടുക്കാൻ തീരുമാനിച്ചത്. അത് ഏറെക്കുറെ മുന്നോട്ട് പോയി. നമ്മൾ പറഞ്ഞതിനപ്പുറത്ത് ഗവൺമെൻറ് ഓഫീസിൻ്റെ ഉദ്യോഗസ്ഥന്മാർ അവിടെ വന്നു, സ്ഥലം പരിശോധിച്ചു, അവർ സാറ്റിസ്ഫൈഡാണ്, എല്ലാ റിപ്പോർട്ടും കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അതിനൊരു തർക്കത്തിൻ്റെ വിഷയമില്ല. ഇപ്പം ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംസ്ഥാന ഗവൺമെൻറ്റുമായിട്ടും ആലോചിക്കണം കാര്യങ്ങൾ. കാരണം ഇപ്പോൾ എവിടെ വെച്ചാലും സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ലാൻഡ് കൊടുക്കുന്നത്. ലാൻഡ് കൊടുക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. ഇപ്പം ലാൻഡാണല്ലോ പ്രധാനപ്പെട്ട വിഷയം. അങ്ങനെ വന്നാൽ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഇതൊക്കെ ഇവിടെയുണ്ട്. ആ രണ്ട് ജില്ലകൾ കൂടി പരിഗണനയിൽ കേന്ദ്ര സർക്കാരിൻ്റെ വന്നാൽ അതിനെ സംസ്ഥാന സർക്കാരും MP എന്ന നിലയിൽ താങ്കളും അല്ല, ഞാൻ പറഞ്ഞല്ലോ, നിലവിലൊരു തീരുമാനം, ഒരു നടപടിക്രമം ഉണ്ടായിട്ടുണ്ട്. അതിനടിസ്ഥാനത്തിലാണ് ഇതുവരെ പോയിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികൾ കോഴിക്കോട് വന്നു, കിനാരൂരിൽ പോയി, അവർ തൃപ്തരാണെന്ന് അറിയിച്ചു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിരിക്കുന്നു. അല്ല, പൊളിറ്റിക്കൽ ഡിസിഷനാണ് ഇത് വരുന്നത്. ഞാൻ പറഞ്ഞത് ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനമാണ് വരുന്നത് ഈ കാര്യത്തിൽ. പക്ഷേ ഈ സംസ്ഥാന ഗവൺമെൻറ്റിന് ചെയ്യാവുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞു. അല്ല, ഞാനതൊന്നും പറയാൻ ആളല്ല. പക്ഷെ അദ്ദേഹം കേന്ദ്രമന്ത്രി എന്നർക്ക് സംസ്ഥാന ഗവൺമെൻറ്റുമായിട്ട് ആലോചിക്കുന്ന കാര്യത്തിൽ കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം. കാര്യങ്ങൾ പഠിക്കാതെ നടത്തിയ ഒരു പ്രതികരണമായിട്ട് അല്ല, ഞാനതൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞത് അദ്ദേഹം അത് കേന്ദ്രമന്ത്രി എന്നർക്ക് കുറെ കൂടി സംസ്ഥാന ഗവൺമെൻറ്റുമായി ആലോചിച്ചിട്ടാണ്. ഒരു സ്റ്റേറ്റിലെ വിഷയമാകുമ്പോൾ ഒരു ഏകപക്ഷീയമായി അങ്ങനെ അത് മറന്നേക്കൂ എന്ന് പറയുന്ന ഒരു ഭാഷ, അത് ശരിയുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതിൻ്റെ അകത്ത് മറ്റൊന്നുമല്ല, എല്ലാവരുമായിട്ട് ആലോചിച്ച് പറയേണ്ടത്. ഇത് ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. ഇനി ഇന്ത്യയിൽ 2-3 സ്റ്റേറ്റുകളിലാണ് ഇത് വരാൻ ബാക്കിയുള്ളത്. ഒന്ന് കേരളമാണെന്ന് കർണാടകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ കുറേയും കൂടി ഗൗരവത്തിൽ കാണേണ്ട വിഷയമാണ് ഈ വിഷയം. സംസ്ഥാന മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിക്കണം, സംസ്ഥാന ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരായി സംസാരിക്കണം. അങ്ങനെ മുൻകൈയെടുക്കേണ്ട ആളാണ് അദ്ദേഹം. എടുത്തുചാടിയിട്ട് അഭിപ്രായം പറയേണ്ട ഒരു വിഷയമല്ല ഇത്. അല്ല, എയിംസ് ചെറിയ വിഷയമല്ലോ. എയിംസ് എന്ന് പറഞ്ഞാൽ ഈ മലബാറിലെ തന്നെ 6-7 ജില്ലകളിലെ രോഗികൾക്ക് ആശ്രയിക്കാൻ കഴിയാവുന്ന സ്ഥാപനമാണിത്. അപ്പോൾ സ്വാഭാവികമായി അത്തരം സ്ഥാപനത്തെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു കാര്യമില്ല. സത്യം പറഞ്ഞാൽ അത് ഈ വിഷയമൊന്നും അങ്ങനെ ഒരു വലിച്ചെടുക്കേണ്ട വിഷയമല്ല, നമ്മുടെ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട വിഷയമല്ല. ഇത് പൊതു താല്പര്യമാണ്, സ്റ്റേറ്റിൻ്റെ ഉത്തമ താല്പര്യമാണ് നോക്കേണ്ടത്. സ്റ്റേറ്റ് എടുത്ത നിലപാടെന്താണെന്ന് നോക്കണം, എന്തുകൊണ്ട് എടുത്തു നോക്കണം. അപ്പോൾ അതെല്ലാം നോക്കി എനിക്ക് എപ്പോഴും പറയാനുള്ളത്, ബഹുമാന്യനായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റുമായിട്ട് ആലോചിക്കണം. അതുപോലെ തന്നെ ഞാൻ അദ്ദേഹത്തെ ചിന്ത കാണുന്നുണ്ട്. ഇത് പാർലമെന്റ് തുടങ്ങുകയാണ്. അപ്പം അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ താങ്കളുടെ എന്തായിരിക്കും? അല്ല, ഞാൻ ഇതിൻ്റെ അകത്ത് അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കും. പ്രൈം മിനിസ്റ്ററെ കാണാൻ ശ്രമിക്കും, ഹെൽത്ത് മിനിസ്റ്ററെ കാണാൻ ശ്രമിക്കും. കോഴിക്കോട്ടെ എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും കാണാൻ പ്ലാനുണ്ട്. എല്ലാവരും കണ്ട് സംസാരിക്കും. കേരളത്തിൽ കോഴിക്കോട്ടെ എല്ലാ ജനപ്രതിനിധികളും കാണാൻ ശ്രമിക്കും. കണ്ട് അവരുമായി സംസാരിച്ച് തുടർന്നുള്ള കാര്യങ്ങൾ ആലോചിക്കും, തീരുമാനിക്കും. ഞാനതൊന്നും പറയുന്നില്ല. ഞാൻ അദ്ദേഹത്തെക്കുറിച്ചൊന്നും പറയാൻ തയ്യാറില്ല. പക്ഷേ കേന്ദ്രമന്ത്രി എന്ന നിലക്ക് അത് ഈ കാര്യം സംസ്ഥാന ഗവൺമെൻറ്റുമായും എല്ലാവരുമായി ആലോചിച്ച് പറയേണ്ട കാര്യങ്ങളാണെന്ന് ഞാൻ പറയുന്നുള്ളൂ. ഞാൻ അതിലപ്പുറം കിടക്കുന്നില്ല. അല്ല, അവർ സൈറ്റ് നോക്കി പോയി തുടർന്ന് ഈ തൃപ്തികരമാണെന്ന് അറിയിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം. മനസ്സിലാക്കിക്കോളാം. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ കുറേ നടന്നു. അപ്പോൾ പിന്നെ അതിന് തർക്കത്തിൻ്റെ കാര്യമില്ല. കിട്ടുന്ന നഷ്ടപ്പെടാൻ പാടില്ല അഭിപ്രായക്കാരനാണ് ഞാൻ. കേരളത്തിൽ എയിംസ് കിട്ടുന്നത് നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംസ്ഥാന ഗവൺമെൻറ്റുമായി ആലോചിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാനെന്നാണ് എൻ്റെ ഒരു അദ്ദേഹത്തിനുള്ള റിക്വസ്റ്റ്.
ഒറ്റ കാര്യം കൂടി, മറ്റെവിടെയെങ്കിലും ആണെങ്കിൽ ഈ പറയുന്ന പോലെ മലബാറിലെ മറ്റ് 2 ജില്ലകളിൽ കൂടി പരിഗണിക്കപ്പെട്ടാൽ അതിന് MP എന്ന നിലയിൽ താങ്കളുടെ പിന്തുണ നമുക്ക് അന്നേരം ആലോചിക്കാം. പുതിയ സർക്കാർ വന്നിട്ട് നമ്മുടെ നാടിനെ കുറിച്ച് ആദ്യമായി പറയുന്ന ഒരു കമന്റാണെന്ന് തോന്നുന്നത്. ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാനിതിൻ്റെ അകത്ത് എയിംസിന് വേണ്ടിയുള്ള നടപടികൾ കുറേ സംസ്ഥാന ഗവൺമെൻറ് എടുത്തു കഴിഞ്ഞു. ഞാൻ അതെല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി അത് തർക്കത്തിൻ്റെ കാര്യമോ ചർച്ചയുടെ കാര്യമില്ല. ഇനി കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിക്കേണ്ട കാര്യമേ ഉള്ളൂ ഈ കാര്യത്തിൽ. അതിനൊരു ചർച്ച നടത്തി വീണ്ടും അത് വഷളാക്കി നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ. അവിടെയാണ് അങ്ങോട്ട് ഈ ചോദ്യം വരുന്നത്. കാരണം ഇത്രയും സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്ന സമയത്ത് കേന്ദ്രമന്ത്രി വന്നിട്ട് പറയുന്നത് അത് മറന്നേക്കും എന്ന് പറയുന്ന സമയത്ത് ഇതിനെപ്പറ്റി ഒന്നും മനസ്സിലാക്കാതെ ഒന്നും അറിയാതെ ഇത്തരം പറയുന്നത് ശരിയാണോ? അല്ല, അദ്ദേഹം ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല.